തടവുകാരൻ ബോൾ എടുക്കാനെന്ന വ്യാജേന ഗാർഡ് ലൈൻ ലംഘിച്ച് സുരക്ഷാ പരിശോധന നടത്തി. ഇതിനിടെ കാവൽക്കാരൻ വെടിയുതിർത്തപ്പോൾ ബോൾ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അയാൾ തടിതപ്പി. അന്ന് രാത്രി കമ്പിവേലി മുറിച്ച് രക്ഷപ്പെട്ട അയാൾ പുറത്തെ സാഹചര്യം പഠിക്കാൻ രഹസ്യമായി തിരിച്ചെത്തി. തുടർന്ന് എല്ലാവർക്കും വേണ്ടിയുള്ള പദ്ധതി പ്രകാരം ഒരു തടവുകാരൻ പൈപ്പ് പൊട്ടിച്ചു. കാവൽക്കാരൻ അത് നന്നാക്കുന്ന തിരക്കിൽ മറ്റുള്ളവർ ഇരുമ്പ് ദണ്ടുകൾ കടത്തി തുരങ്കം കുഴിക്കാൻ തുടങ്ങി. ശബ്ദം പുറത്തറിയാതിരിക്കാൻ തടവുകാർ ഒരേ സമയം അകത്തും പുറത്തും പണിയെടുത്തു. കുഴിച്ച മണ്ണ് മുറ്റത്തെ മണ്ണുമായി സമർത്ഥമായി കലർത്തി. 20 മീറ്റർ എത്തിയപ്പോൾ ഓക്സിജൻ കുറഞ്ഞതിനാൽ ബ്ലോവർ നിർമ്മിക്കുകയും തകർച്ച ഒഴിവാക്കാൻ കട്ടിൽ പലകകൾ ഉപയോഗിക്കുകയും ചെയ്തു. ഒടുവിൽ 100 മീറ്റർ തുരങ്കം പൂർത്തിയായപ്പോൾ ഭക്ഷണവും സിവിലിയൻ വസ്ത്രങ്ങളും വ്യാജരേഖകളും അവർ തയ്യാറാക്കി. തുരങ്കം തുറന്നപ്പോൾ കാടിന് 10 മീറ്റർ അകലെയാണെന്നും സെർച്ച് ലൈറ്റ് വെളിച്ചം അവിടെ എത്തുന്നുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞു. ഉടനെ ഒരു കയർ മരത്തിൽ കെട്ടി അതിന്റെ ചലനം നോക്കി ഓരോരുത്തരായി പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. എന്നാൽ ഒരു തടവുകാരൻ നിലത്ത് വീണ ശബ്ദം കേട്ട് കാവൽക്കാരൻ നോക്കിയെങ്കിലും ഭാഗ്യത്തിന് അവനെ കണ്ടില്ല. അപ്പോഴേക്കും തുരങ്കത്തിനുള്ളിലെ മറ്റൊരു തടവുകാരൻ പരിഭ്രാന്തനായി പുറത്തേക്ക് വന്നത് കാവൽക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ കൂടുതൽ ഗാർഡുകൾ എത്തുകയും ബാക്കിയുണ്ടായിരുന്ന എല്ലാവരെയും പിടികൂടുകയും ചെയ്തു.